ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കാലത്ത് മുതലത്തെ ഒന്നുമല്ല, നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മുടിയിൽ ജടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ സെറ്റാക്കിയിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ നേരം നമ്മൾ ഇതേപോലെ അയച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് ജട പിടിക്കും. അപ്പോൾ പിന്നെ നന്നായിട്ട് മുടി കൊഴിച്ചിലും പിന്നെ ജട കളയാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതേ മുടിയൊക്കെ ഒന്ന് ജട കളഞ്ഞ് കെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ പോണത് അടുക്കളയ്ക്കാണ് കേട്ടോ. അടുക്കളയിൽ ഇതേ പാത്രങ്ങളാകെ പരന്നിട്ടും പിന്നെ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനായിട്ടും പിന്നെ ഒന്ന് വൃത്തിയാക്കി വെക്കാനൊക്കെ ആയിട്ടുണ്ട്. സാധാരണയായിട്ട് ഈ പണികളൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിഞ്ഞാൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി ആ ഒരു നേരത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 3:30-4 മണി ആ ഒരു ടൈമിലാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഈ വക പണിയൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഉറങ്ങിയിട്ടുള്ള സമയം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ പണികളൊക്കെ ഇതേപോലെ വേഗം വേഗം ചെയ്ത് തീർക്കാറുള്ളത്. അപ്പോൾ കുറച്ച് വൃത്തിയാക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്ത് നമ്മൾ മിക്സി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഓരോ പാത്രങ്ങൾ കഴുകാനുള്ളത് സിങ്കിലേക്കും അതേപോലെ തന്നെ ഒതുക്കി വെക്കാനുള്ളതൊക്കെ ഓരോരോ സ്ഥലത്തൊക്കെ ആയിട്ട് ഇതേപോലെ ഒതുക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഒതുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ഒരു സ്ലാബൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ്. ഗ്യാസിൻ്റെ അടിയും ഒക്കെ ഞാനൊന്ന് തുടച്ചിട്ട് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പണി നമുക്ക് വേഗം വേഗം ചെയ്ത് തീർക്കണം. ഇനി എപ്പോഴാണ് ഉണ്ണി എണീക്കുകയെന്ന് അറിയില്ല. പിന്നെ ഇന്ന് നമുക്കൊരു ലീവ് ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ശനിയാഴ്ചയായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ, ഞാൻ എണീക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണികളും കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ലേറ്റ് എന്ന് വെച്ചാൽ അധികം ലേറ്റ് ഒന്നും ആയിട്ടില്ല. എന്നാൽ ഒരു 11 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും കേട്ടോ പണികൾ ഒരു വിധം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉണ്ണീനെ നോക്കലും പിന്നെ ഗീതുമോൾക്ക് വേറെ സ്ഥലത്ത് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോണ തിരക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് പണികൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഉണ്ണി നമ്മളിന്ന് പറ്റിച്ചു. നമുക്ക് എന്താ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ ഈ ഒരു ടൈമിലാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ഓയിൽ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊരു കുപ്പിയിൽ നിറയ്ക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം പൊട്ടിച്ചിട്ട് കുപ്പിയിൽ ഒഴിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ ഞാൻ കപ്പിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കുപ്പിയിൽ നിറച്ച് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ണിക്ക് കൊടുക്കാം എണീക്കുമ്പോഴത്തേന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഞാൻ പുറത്തേക്ക് തണവ് മാറാൻ വെച്ചു. അപ്പോൾ അതൊന്ന് തണവ് മാറുന്ന നേരം കൊണ്ട് വേഗം നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിത് വേഗം വേഗം കഴുകി വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്ത് പുട്ടുണ്ടാക്കിയ പുട്ടും കുറ്റിയും പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഓരോന്നായിട്ട് കഴുകിയിട്ട് മേലേക്കുള്ളത് ഇതേപോലെ മേലേക്ക് തന്നെ വെക്കുന്നുണ്ട്. അടിക്കുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഇതേ സൈഡിലായിട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അടിയിലേക്കുള്ള പാത്രങ്ങൾ അടിയിലാക്കിയിട്ടും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ പുട്ടും കുറ്റി നോക്കണത് വേറെ ഒന്നുമല്ല, അതിൽ ചില്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാനില്ല. ഇനിയിപ്പോൾ അത് എവിടെ വെച്ചെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇനി ഇതൊക്കെ വൃത്തിയാക്കൽ കഴിഞ്ഞ് ശേഷം കേട്ടോ ചിലപ്പോൾ നമുക്ക് ആ ഒരു സാധനം കിട്ടുക. അപ്പോൾ നിങ്ങൾക്കുണ്ടോ ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും, പിന്നെ ആ ഒരു കാര്യം മറക്കുക എന്നുള്ള ഈ ഒരു സ്വഭാവം? അപ്പോൾ എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്ത് സാധനം വെച്ചാലും എനിക്ക് ഒരു ഓർമ്മ എന്ന് പറയണതേ ഇല്ല. അങ്ങനെ അടുക്കളയൊക്കെ ഞാനതേ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ ഒതുക്കി കഴുകലും പിന്നെ സ്ലാബൊക്കെ തുടച്ചിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കലൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടുക്കളയിൽ നിന്ന് ഇതേപോലെ അടിച്ചു വാരി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ എപ്പോഴും വൈകുന്നേരങ്ങളിലാണ് കേട്ടോ തുടയ്ക്കാറുള്ളത്. അത് ഞാൻ മിക്ക ലോങ് വീഡിയോസിലും പറയാറുണ്ട് കേട്ടോ. കാരണം കാലത്ത് തന്നെ തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരിങ്ങനെ കയറി ഇറങ്ങി നടന്നിട്ടും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ണി തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലൊക്കെ അത് അവിടെ ആക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കും. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തുടയ്ക്കും. ഇതേപോലെ വൈകുന്നേരം വിളക്കുകൊളുത്തുന്നതിൻ്റെ മുന്നൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ദിവസത്തിൽ എത്ര തവണ അടിച്ചു വാരിയിട്ട് തുടച്ചിട്ട് ഇരിക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. കാരണം ഒരു 5-8 തവണയെങ്കിലും നമ്മൾ ഒരു ദിവസം അടിക്കലും തുടക്കലൊക്കെ ആയിട്ട് എൻ്റെ ഉള്ള നേരം അങ്ങനെ പോകും. കാരണം വേറെ ഒന്നുമില്ല, ഉണ്ണിക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആളൊന്നെങ്കിൽ നിലത്തിടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആൾക്ക് ഇങ്ങനെ തന്നെ വാരി കഴിക്കാൻ അല്ലെങ്കിൽ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഒക്കെ എന്താ പറയുക നിലത്തിട്ടിട്ടും പിന്നെ ചിലപ്പോൾ നിലത്തിട്ട് ചമ്മന്തി ആക്കുക അല്ലെങ്കിൽ പരത്തിയിടുക അങ്ങനത്തെ ഓരോ പണികളുണ്ട്. ആ വക പണികളായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസങ്ങൾ കുറേ തവണ അടിച്ചു വാരലും തുടക്കലൊക്കെ ആയിട്ട് ഇരിക്കലുണ്ട്. അങ്ങനെ കറക്റ്റ് ഇത് അടിച്ചു വാരൽ കഴിയുമ്പോഴത്തേന് ഇത് നമ്മുടെ ഉണ്ണി എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കെന്നാൽ ഒരുമിച്ച് ഇരുന്നിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാമെന്നുള്ളത്. അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ പ്ലംസ്, റംബൂട്ടാൻ, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ കുറച്ച് ക്യാരറ്റ്,
ചെറുപഴം ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് ഉമ്മറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്ലേറ്റ് വെച്ച് കൊടുത്തപ്പോൾ ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് റംബൂട്ടാനായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം വാങ്ങിച്ചപ്പോൾ തന്നെ ആൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന റംബൂട്ടാനാണ്. അപ്പോൾ അതിന് ഞാൻ വേഗം തന്നെ ഒരെണ്ണം അതേപോലെ പൊളിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ പ്ലം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലം കൊടുത്തപ്പോൾ കുറച്ചുകൊണ്ട് കഴിച്ചു. പിന്നെ അതിൽ ഭയങ്കര പുളിയുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള പ്ലം ആയിരുന്നില്ല കേട്ടോ. ചില പ്ലമ്മൊക്കെ കഴിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുരുവിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ നല്ല പുളിപ്പല്ലേ. പക്ഷേ ഇത് ഫുള്ളായിട്ട് പുളിപ്പ് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു കുരുവിൻ്റെ ഭാഗത്തിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ചെറിയൊരു കയ്പ്പ് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ആൾ കുറച്ച് മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ റംബൂട്ടാൻ തന്നെ പീസാക്കി കൊടുത്തപ്പോൾ ഇരുന്ന് കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്യണ പോലൊക്കെ ഓരോന്ന് ഇരുന്ന് കാണിക്കണമൊക്കെ ഉണ്ട്. അതിന് പിന്നെ ഞാൻ വേഗത നമ്മുടെ തണ്ണിമത്തം ഉണ്ടല്ലോ, അത് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല, അതും ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ എന്താണെന്നറിയില്ല, ആൾക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ, മധുരവും ഇല്ല, എന്നാൽ വേറെ എന്തെങ്കിലും ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നണം കേട്ടോ. ആൾക്ക് അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ കഴിച്ച് പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഞാനിത് പ്ലംസ് ഇരിക്കേണ്ടിയിരുന്നില്ല, അതൊക്കെ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ എല്ലാതും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ നോക്കിയിട്ടാണ് കേട്ടോ ചിരിക്കണത്. അതിൻ്റെ ഇടയ്ക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇതേ ഓരോന്നേ കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഉണ്ണി ഇതേ പുറത്ത് നോക്കിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കണോണ്ടാണ് കേട്ടോ അപ്പോൾ ഒതുങ്ങിയിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മടിയിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ വലിച്ച് വാരിയിടുക അല്ലെങ്കിൽ കളയുക, ഇതൊക്കെയാണ് കേട്ടോ ആളുടെ മെയിനായിട്ടുള്ള പണികൾ. പിന്നെ ഞാൻ പ്ലംസിൽ നിന്ന് ഇതേ ഒരു ചെറിയ കഷ്ണം കൊടുത്തപ്പോൾ അതേ പുളിക്കണൊക്കെ ഉണ്ട് തോന്നിട്ടോ. തിന്നിട്ട് അതേപോലെ തന്നെ ആൾ തുപ്പണുണ്ട് കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചെറിയൊരു പീസ് അതിൻ്റെ കഴിച്ചപ്പോൾ ഭയങ്കര പുളി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ പിന്നെ അതപ്പോൾ തന്നെ തുപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തന്നെ അതിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നില്ല, അപ്പോൾ കുട്ടികൾക്ക് പറയാൻ വേണ്ടല്ലോ. പിന്നെ ഞാനിത് ക്യാരറ്റ് ഉണ്ടായിരുന്നു, ക്യാരറ്റൊക്കെ തൊലി കളഞ്ഞ് നന്നായിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കാരണം ക്യാരറ്റ് കുറച്ചിങ്ങനെ കട്ടിയുള്ളതല്ലേ. അപ്പോൾ നമുക്കിനി കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടായാലോ വിചാരിച്ചിട്ട് ഉണ്ണിക്കും കൂടി കൊടുക്കണതായതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇത് തലയ്ക്കും ചെവിക്കൊക്കെ അടിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനാണ് വെറുതെ അടിക്കണതെന്നൊക്കെ. അങ്ങനെ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഫ്രൂട്ട്സ് കട്ടിങ് ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറുപഴത്തിൽ നിന്ന് ഞാൻ ചെറിയ പീസും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വേണമെന്ന് പറഞ്ഞപ്പോൾ കൈയിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ക്യാമറ പിടിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നമുക്ക് ആക്കാമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 3 സെക്കൻഡിൽ അത് ഫോട്ടോ ആയിട്ട് വരുമല്ലോ. അപ്പോൾ അതേപോലെ ഉണ്ണിയിരുന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ അനുകരിക്കാനൊക്കെ ആയിട്ട് അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം, പിന്നെ പെട്ടെന്ന് ചിരിയൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു. അപ്പോൾ രസം ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഒരു പുളിയും പിന്നെ ഒരു മധുരം ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് ഞാൻ കുറേശ്ശെ ചെറിയ ചെറിയ പീസ് ഉള്ളതുണ്ടല്ലോ അതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സ്പൂണിൽ കൊടുത്തപ്പോൾ ആൾക്കതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സ്പൂണൊക്കെ എടുത്തിട്ട് കഴിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിയുടെ ചെറിയൊരു സ്പൂണുണ്ട്, അതന്നെ ഉണ്ണിക്ക് കൊടുത്തിട്ടോ. ആൾക്ക് കിട്ടണമൊന്നുമില്ല, എന്നിട്ട് ഞാൻ തന്നെയാണ് പിന്നെ സ്പൂണിലേക്ക് ആക്കി കൊടുത്തിട്ട് കഴിച്ചത്. പിന്നെ ഈ ഒരു സമയത്തും ഗീതുമോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5:30 ആ ഒരു ടൈമിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ക്രാഫ്റ്റ് പഠിക്കാനായിട്ടാണ് കേട്ടോ പോണത്. അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ചധികം പണികളുണ്ടായിരുന്നു. തുടയ്ക്കാനായിട്ടുണ്ടായിരുന്നു, പിന്നെ മേൽ കഴുകാനായിട്ടുണ്ടായിരുന്നു, പിന്നെ ഡ്രസ്സുകളൊക്കെ പുറത്ത് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ റൂമിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മേല് കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ നമ്മുടെ പണി എന്ന് പറയുന്നത് വിളക്കൊളുത്താന്നുള്ളതാണ്. അപ്പോഴത്തേനും പിന്നെ ഗീതുമോളും പിന്നെ ഗീതുമോളുടെ ഫ്രണ്ട്സും ഒക്കെ ട്യൂഷൻ കഴിഞ്ഞിട്ടും പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് ഇത് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി അതിന് ശേഷം അടുത്ത എൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഈ ഒരു റൂം വൃത്തിയാക്കാന്നുള്ളതാണ് കേട്ടോ. പിന്നെ കാലത്ത് കുറച്ച് വെയിലുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം തുണികൾ ഉണക്കിയെടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കർക്കിടകം 1-ാം തീയതി നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ ശനിയാഴ്ച നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെയും ഇന്നത്തെ ഒക്കെ തുണികൾ ഉണങ്ങാനായിട്ട് കുറേ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനത് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇനി ഓരോരുത്തരുടെ ആയിട്ട് ഓരോ സെക്ഷൻ ആക്കിയിട്ട് മടക്കിയിട്ട് ഇപ്പോൾ തന്നെ ഞാൻ വേഗം സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി കിട്ടണം കേട്ടോ. അപ്പോൾ കുറേ അധികം തുണികളുണ്ടാവും. പിന്നെ ഉണ്ണിയുടെ കേട്ടോ ഏറ്റവും കൂടുതലുണ്ടാവും കാണാം. ഏത് നേരം മൂത്രം വെച്ചിട്ടും അതേപോലെ തന്നെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടായാലും ഡ്രസ്സിലും ട്രൗസറിലും ഒക്കെ ആക്കിയിട്ട് കുറേ അധികം തുണികൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനത് ഓരോന്നായിട്ട് ഇതേപോലെ മടക്കി വെക്കുന്നുണ്ട്. ഇനി മടക്കി വെച്ചിട്ട്
ഇത് എന്നിട്ട് ഓരോരുത്തരുടെ കൊട്ടയിലും ബാഗിലൊക്കെ ആക്കി വെക്കലാണ് കേട്ടോ മെയിനായിട്ടുള്ള അടുത്ത പണി എന്ന് പറയുന്നത്. അങ്ങനെ റൂമൊക്കെ ഒന്ന് ഒരു വിധം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാനിത് കട്ടിലൊക്കെ ഒന്ന് കുടഞ്ഞിടുകയാണ്. ഇനി എപ്പോഴാണ് ചില ദിവസങ്ങളിൽ ഉണ്ണി നേരത്തെ ഉറങ്ങും, എന്നാൽ ചില ദിവസം ഒരു 10:30 ആ ഒരു ടൈമിലാണ് ഉറങ്ങുക. അപ്പോൾ എപ്പോഴാണ് ഉറങ്ങാന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ വേഗം തന്നെ അതേ നമ്മുടെ കട്ടിലിൻ്റെ മേലത്തെ ആ ഒരു ഷീറ്റൊക്കെ ഒന്ന് നന്നായി കുടഞ്ഞ് വിരിച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ വിരിച്ചിടുക. എന്നിട്ട് പിന്നെ നമ്മുടെ തലയണയൊക്കെ ഒന്ന് വെച്ച് പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് വീണ്ടും നമ്മൾ ഒരു പുതപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈ ഷീറ്റിൻ്റെ പോലത്തെ വേറൊരു ഷീറ്റും കൂടി ഉണ്ട് കേട്ടോ. ഡ്രൈ ഷീറ്റല്ല, ആദ്യമൊക്കെ അത് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഡ്രൈ ഷീറ്റ് അങ്ങനെ ഉപയോഗിക്കണില്ല കേട്ടോ. കാരണം ഇപ്പോൾ ആളും വലുതായി, പിന്നെ കെടുത്തിയോടത്തൊന്നും കെടുക്കണമില്ല. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഉള്ള ഡ്രൈ ഷീറ്റാണെങ്കിൽ ചെറുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയതായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതേപോലെ എന്തെങ്കിലും പുതപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ കെടുത്താണ് കേട്ടോ ചെയ്യാം. പിന്നെ അവിടുന്ന് അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ. അതാ നല്ല രീതിക്ക് തന്നെ മഴ പെയ്യുന്നുണ്ട്. ആ ഒരു റോഡ് സൈഡിലൂടെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് പോണത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതാണ് ഞാൻ വെറുതെ ഇങ്ങനെ സൂം ചെയ്ത് എടുത്തു എന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഊണ് കഴിക്കലും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കറണ്ട് കട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ രാത്രി കിടക്കാൻ നേരമൊക്കെ ആകുമ്പോഴത്തേന് മേലൊക്കെ കഴുകി 2 ഭാഗം മൂടിയൊക്കെ കെട്ടി സുന്ദരി കുട്ടിയായിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് നേരം ഞങ്ങൾ കളിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഗിതുമുള്ള അച്ഛനൊക്കെ വിളിച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ കിടന്നുറങ്ങാണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.